ഒരാൾ മണം പിടിച്ച് പോണേണ്ട. എന്തിന്റെ മണം എന്ന് പറഞ്ഞത്? സർപ്രൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ നമ്മൾ രണ്ടുപേരും അങ്ങനെ ഇന്ന് ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഏട്ടൻ എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. എനിക്കോട് ആദ്യത്തെ ഫോട്ടോഷൂട്ടിന് വന്നതിന് ശേഷം പിന്നെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇതേ എല്ലാ സാധനങ്ങളും കാറിൽ കയറ്റി നേരെ പോണത്. നമ്മൾ മൂന്നാറ് വേണ്ടല്ലോ വിഷ്ണു. അത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഒരു ടൂർ പോലെ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോണത് വിബിനയുടെ സ്റ്റുഡിയോയിലേക്കാട്ടോ. അവൾ സ്വന്തമായിട്ട് അവളും അവളുടെ ഫ്രണ്ടും കൂടെ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ റെൻറ്റഡ് ജ്വല്ലറീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഡ്രീം കം ട്രൂ ആയിരുന്നു. യെസ്. അപ്പോൾ അതിനു മുമ്പ് അധികം പേർക്ക് അറിയാവുന്നറിയില്ല, വിബീനെ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആയതും ഇപ്പോൾ എപ്പോഴും എൻ്റെ മേക്കപ്പ് എല്ലാം ചെയ്യുന്ന അവളാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാൻ സമയം നല്ല രീതിയിൽ വൈകി 10 മണിക്ക് വരാൻ പറഞ്ഞു. ഇപ്പോൾ 10:30 കഴിഞ്ഞു. അതുപോലെ തന്നെ പോണ വഴിക്ക് നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോറും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അത് ഓൺ ദ വേ ആണ്. അപ്പോൾ അവിടെ അച്ഛൻ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡിയോ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ചെക്കനെ കൊണ്ട് തോറ്റു ഞാൻ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ 4 വീടുണ്ടല്ലോ, ആ 4 വീട്ടിലേക്കുള്ള മെയിൻ ഡോറ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ബെഡ്റൂം ഡോറ് സെലക്ട് ചെയ്തു. പിന്നെ താഴെ ഒരു ഷോപ്പിൻ്റെ ഡോറ് സെലക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിബീൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഏട്ടനിങ്ങനെ ഓരോന്നും ഗവേഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പൈപ്പ് ലൈൻ റോഡിലാണ് കേട്ടോ. പാലാരട്ടം പൈപ്പ് ലൈൻ റോഡിലാണ്. നാഷണൽ വുഡ് ഫാക്ടറി ഔട്ട്ലെറ്റാണ് കേട്ടോ. അച്ഛനും ഏട്ടനും കൂടെ ഡൈനിങ് ടേബിളും ഇതൊക്കെ നോക്കണേ കേട്ടോ. നമ്മൾ 4 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതും കൂടെ ഇവിടെ നോക്കുന്നുണ്ട്. പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് തപ്പാം. അപ്പോൾ അതേ നമ്മളങ്ങനെ എത്തിയിട്ടോ. ഇതാണ് അവളുടെ ഷോപ്പ്, ഡെലിക്കേറ്റ് ഡയമണ്ട്സ് റെൻ്റൽ ജ്വല്ലറി ആൻഡ് മേക്കപ്പ്. അപ്പോൾ നമുക്ക് മോളിൽ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബാക്കി ഷൂട്ടൊക്കെ ഇനി ഏട്ടൻ ചെയ്യും. ഞാനവിടെ റെഡി ആവാനും എന്നൊക്കെ ആയിട്ട് പോകും കേട്ടോ. ഏട്ടൻ ആദ്യമായിട്ടാണ് ഷോപ്പിലാണ്. ഞാൻ ഓൾറെഡി ഇനോഗ്രേഷൻ്റെ ടൈമിലും അതുപോലെ തന്നെ 2 ദിവസം മുമ്പും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു ഗുരുവായൂർ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ജ്വല്ലറീസ് എല്ലാം എടുത്തത്. അപ്പോൾ ഏട്ടൻ ഫസ്റ്റ് ടൈമാണ്. ഏട്ടനെ കുറേ ദിവസമേ അവൾ അന്വേഷിക്കണം, ചേട്ടൻ എന്താ എൻ്റെ കടയിൽ വരാത്തേന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ് ഏട്ടന് ക്യാമറ കൈമാറുകയാണ്. എൻ്റെ അക്കട്സുക്കി ക്ലൗഡ് അത് ഞാൻ തന്നെ വാങ്ങിയതാണ്. അല്ല, പറഞ്ഞ പോലെ അത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് അയച്ചു തന്നതാണ്. നമ്മുടെ റെഡ് ബുൾഫ് അയച്ചു തന്നതാണ്. ഇപ്പോഴും ഓർത്തത്. ഒരാൾ മണം പിടിച്ച് പോണേണ്ട. എന്തിന്റെ മണം എന്ന് പറഞ്ഞത്? മാരേജ് ടൈമിൽ ഇപ്പോൾ എല്ലാവരും നോ ഗോൾഡ് മാരേജ് ആണല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് ഫുൾ സെറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഞാൻ അതൊക്കെ കാണിച്ചത് കുറേ കളക്ഷൻസ് ഉണ്ട്. സർപ്രൈസ്. കൊള്ളാം, നല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വന്തം വിബീനയുടെ ഡ്രീം കം ട്രൂ ആയിട്ടുള്ള പ്ലേസ് കേട്ടോ. ഇത് വിബീനയും ഷാരുവും കൂടിയാണ് ഇത് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റെൻറ്റഡ് ജ്വല്ലറീസും അതുപോലെ തന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ഉള്ളത്. ആൻഡ് ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഹിന്ദു ബ്രൈഡ്സിനും മുസ്ലിം ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റുന്ന ജ്വല്ലറീസും അതുപോലെ തന്നെ ഹൽദി, പിന്നെ അതുപോലെ ഗസ്റ്റ് ലുക്കിന് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ജ്വല്ലറീസ് ഇവിടെ അവൈലബിൾ ആണ്. അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റിനാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഡെലിക്കേറ്റ് ഡയമണ്ട്സ് എന്നാണ് അവളുടെ പേജിൻ്റെ പേര്. ഇതാണ് അവളുടെ സ്റ്റുഡിയോ കേട്ടോ. ആൻഡ് ഞാനും ഏട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്ന്. കാരണം വെച്ചാൽ ഇവൾ മോഡലായിരിക്കുന്ന ടൈം തൊട്ടേ നമുക്ക് വിബിനെ അറിയുന്നതാണ്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ജേർണി നമ്മൾ ശരിക്കും
കണ്ടറിഞ്ഞതാണ്. അപ്പോൾ അവളുടെ ഏറ്റവും വലിയൊരു എയിം അച്ചീവ് ചെയ്തപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി ഞങ്ങൾക്ക്. ആൻഡ് ഇവളുടെ ഓരോ വളർച്ചയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പറയുക, അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് ഞാൻ ലെൻസ് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ലെൻസ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോൾ ഈ സന്തോഷം എല്ലാം കൂടി ആയിട്ടായിരിക്കാം. അങ്ങനെ നമ്മളങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു മേക്കപ്പ് ചെയ്യണ സമയത്താണെങ്കിലും. കാരണം ആ ഒരു പ്ലേസിലിരുന്ന്, അവളുടെ ഡ്രീമായിട്ടുള്ള പ്ലേസിലിരുന്ന് മേക്കപ്പ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അപ്പം ഓക്കെ, നമ്മളുടെ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ജ്വല്ലറിയൊക്കെ നമ്മൾ ഇവിടെ നിന്നാട്ടോ ഡെലിക്കേറ്റ് ഡയമണ്ട്സിൽ നിന്നാണ് എടുത്തത്. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പൈപ്പ് ലൈൻ റോഡിലാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഡെലിക്കേറ്റ് ഡയമണ്ട്സിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് നമ്മളിതേ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിനൊരു മെസ്സി ബണ്ണാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇട്ട് വന്നപ്പോഴേക്കും അഴിച്ചിടുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നി. പിന്നെ ഇതൊന്നും നമ്മൾ ഹെയർ ഭയങ്കര പ്ലെയിൻ ആവാതിരിക്കാൻ വേണ്ടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നമുക്ക് സോൾ ബോട്ടിക്കാരാണ് ചെയ്തത്. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. ആൻഡ് വെൽവെറ്റിൽ ആ ഒരു വർക്ക് വന്നപ്പോഴേക്കും ഭയങ്കര എടുപ്പായിരുന്നു. ആൻഡ് ഇതാണ് നമ്മളുടെ ഫൈനൽ ടച്ചപ്പ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്ട് 7 എൻകോറാണ് കേട്ടോ ലൊക്കേഷൻ. ഞങ്ങൾ ആക്ച്വലി നമ്മുടെ വിഷ്ണുവിനെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂഷ്വലി ഞങ്ങൾ 4 പേരും കൂടെ എല്ലായിടത്തും പോണത്. ഇവിടെ കിടിലൻ ആംബിയൻസ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ 2 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഇന്നത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടപ്പയെന്നും പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ഇറങ്ങിയിട്ടാ. പണി അറിയാവുന്ന ചേർന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഞങ്ങളായിരുന്നു ഇപ്പോൾ അവാർഡ് വിടാൻ കളിച്ച് ഒരു വൈകുന്നേരം വരെ നിന്നാണ്. ഇത് നിങ്ങളെൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ല? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അക്കത്സുക്കി നറൂട്ടോ ഫാൻസിന് അറിയാം. ഇത് നമ്മുടെ റെഡ് വുൾഫാണ് കേട്ടോ എനിക്ക് ഔട്ട്ഫിറ്റ് തന്നത്. അപ്പോൾ റെഡ് വുൾഫ്.in പോയി ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് കാണാൻ പറ്റും, വാങ്ങാനും പറ്റും. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന ഷിബിനും സിസ്റ്ററിനും ഒരുപാട് നന്ദി കേട്ടോ. ഇപ്പോൾ ഡിസ്ട്രിക്ട് 7 നിങ്ങൾ വന്നിട്ടിലേക്ക് വന്ന് നോക്കുക. നമ്മൾ പലതവണയായിട്ട് പറയാറുള്ള പലതവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതവരുടെ പുതിയ ഔട്ട്ലെറ്റാണ്. അപ്പോൾ എന്തായാലും വന്ന് കഴിച്ചു നോക്കാം. കിട്ടുന്ന ഫുഡാണ് കേട്ടോ. എടാ നിനക്ക് സങ്കടപ്പെടാനുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്റ്റ് ഫോട്ടോഗ്രാഫർ അവനിപ്പോ ദുബായ്ക്കാരനാണ്. ദുബായ് ഷെയ്ഖ്. അപ്പോൾ നമ്മളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് സുൽത്താൻ ഗ്രിൽ ആൻഡ് റൈസിലാട്ടോ. ഇവിടെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ആലുവയിലുള്ള സുൽത്താൻ ഗ്രിൽസിലാണ് പോയത്. സുൽത്താൻ വീട്ടിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ടീമുണ്ട് കേട്ടോ ഇവിടെ. വരും. അപ്പോൾ നമ്മളുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഫുഡിൻ്റെ വീഡിയോ എന്തായാലും ഏട്ടൻ്റെ ചാനലിലുണ്ടാവും. ഞാൻ ഇവിടെ ചട്ടിച്ചോറും ബീഫും പരിപ്പറി കേട്ടോ. ഇവരെന്തോ വാരിയല്ല എന്താണ്ടോ പറഞ്ഞെന്നൊന്നും. ഞാൻ മാംഗോ ബബിൾ കേട്ടോ മേടിച്ചത്. ഇവരൊക്കെ ലൈം സോഡ. ഇവള് ഐസ്ക്രീം, വാനില ഐസ്ക്രീം. എങ്ങും കിട്ടാത്ത വെറൈറ്റി ഫ്രഷ് ആയിട്ടുള്ള വാനില ഐസ്ക്രീമാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ സുൽത്താൻ വീട്ടിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ ഇനി പോവാട്ടോ വീട്ടിലേക്ക്. കോട്ടയത്തുണ്ടല്ലേ ചേട്ടൻ്റെ വീട്? അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാട്ടോ. ഫോട്ടോസൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്നതായിരിക്കും. കോമോ ഫോട്ടോഗ്രാഫി എന്നാണ് കേട്ടോ പേജിൻ്റെ പേര്. എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ വിപിനേനെ ഇനി കൊണ്ടാക്കണം നമ്മളുടെ സ്റ്റുഡിയോ, അവളുടെ സ്വന്തം കടയിൽ കൊണ്ടാക്കണം കേട്ടോ അവളെ. അതാണ് അവളുടെ അടുത്തത്. പിന്നെ അതെ, ഓൺട്രപ്രണറായി അങ്ങനെ നമ്മളുടെ കൂട്ടത്തിൽ വിപിന. അപ്പോൾ ശരി കേട്ടോ, ഇനി നമുക്ക് അടുത്ത ഷൂട്ടിന് കാണാം. അപ്പത്തേ ഞങ്ങളങ്ങനെ കയറട്ടോ. ശരിക്കും വയറ് ഫുള്ളായി. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചല്ലേ. എൻ്റെ പാഴ്സലെടുത്തു. അവളുടെ വയറ് പറഞ്ഞു. അവളൊരു ഫ്രഷ് ആയിട്ട് വാനില ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ ഇറങ്ങും കേട്ടോ.
അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഡെലിക്കേറ്റ് ഡയമണ്ട്സിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വിപിനെ തിരിച്ചാക്കി ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് പെട്ടെന്ന് കഴിഞ്ഞല്ലേ? ആ ചേട്ടൻ ഒരു രക്ഷയില്ല, കട്ട സ്പീഡായിരുന്നു. ഫോട്ടോസ് നിങ്ങൾ കണ്ടോട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊട്ടേന്ന് പറഞ്ഞിട്ട് ആ എടുത്തൊരു 5 ഫോട്ടോ ഉണ്ടെങ്കിൽ 5 ഫോട്ടോയും 5 തരം ലുക്കായിരുന്നു. നമ്മുടെ വിഷ്ണു ആണേലും ചേട്ടനും ഒരു രക്ഷയില്ല, കട്ട ഫാസ്റ്റാണ്. പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഒരു 2.5 മണിക്കൂർ അത്രേ വേണ്ടി വന്നുള്ളൂ. എന്റെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ഫാസ്റ്റ്. ഫോട്ടോസ് എന്തായാലും കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ചേട്ടൻ വീട്ടിൽ ചെന്നിട്ട് അയച്ചു തരാന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഏട്ടൻ റെസ്റ്റ് എടുക്കും. എനിക്ക് ഈ കോട്ടുവായ എന്താ പറയാ, ഒരാള് തോന്നിക്കഴിഞ്ഞാൽ മറ്റേ ആള് വരുന്നുള്ള സത്യമാണ്. അപ്പോൾ എനിക്ക് ഇനി വെച്ചാൽ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടോ. ഇന്ന് ബ്രോഡ്വേ പോവാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ ക്രിസ്മസിന് ഞങ്ങളുടെ വീട്ടിലേക്ക് അലങ്കരിക്കാനായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും കേട്ടോ. അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ബ്രോഡ്വേയിൽ. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യണ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത് തന്നെ ഇടും. ഈ വീഡിയോന് മുമ്പായിട്ട് ആ വീഡിയോ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ കുറച്ച് ഐറ്റം മേടിച്ചുള്ളൂ. ആൾറെഡി ട്രീ മേടിച്ചിട്ട് ഞങ്ങൾ ആയിക്കൂടെ 4-5 ഐറ്റംസേ മേടിച്ചുള്ളൂ. ഇന്ന് ഡിസ്ട്രിക്ട് സെവനിൽ ചെന്നപ്പോ ആ ട്രീ കണ്ടപ്പോ ഞങ്ങള് ഞെട്ടിപ്പോയി. പക്ഷെ ആ നിറഞ്ഞിരിക്കുമ്പോ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. ഞാൻ ഇപ്പൊ വിടറി ഇങ്ങനെ എറിഞ്ഞ പോലെയാണ് ഇട്ടേക്കുന്നത്. കാരണം വെച്ചാല് ഒട്ടും തികഞ്ഞില്ല. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഐറ്റംസ് മേടിക്കണം. അതുകൂടാണ്ട് ലൈറ്റ് മേടിക്കണം. ഞങ്ങളുടെ ട്രീയില് വൈറ്റ് ലൈറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇട്ടപ്പോൾ ആമസോണിന്ന് എന്താണ് ബലൂൺ മേടിച്ചപ്പോ ഫ്രീ ലൈറ്റ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം മോന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബർത്ത്ഡേ ബലൂൺസും പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളില്ല, അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ലൈറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മീറ്റർ എത്രയായിരുന്നു? അത് ഭയങ്കര വലുതായിരുന്നില്ലേ? 5 മീറ്റർ ഇത്തിരി വെയിലാണ്. അപ്പം എങ്ങനെ പറയും, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് പുത്തനാണല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഗ്രീനിൽ ആ വൈറ്റ് ഇട്ടിട്ട് ഭയങ്കര വൃത്തിയാണ്, അതായത് ഭയങ്കര എടുത്ത് വെക്കുന്ന അത്. അപ്പൊ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു നമുക്ക് ഗ്രീൻ കളർ തന്നെ ലൈറ്റ് മേടിക്കാൻ കിട്ടും. അതായത് അതിന്റെ വയർ ഗ്രീൻ നിറം, അങ്ങനത്തെ ബ്ലാക്ക് ഇട്ടാ പെട്ടെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ബ്ലാക്ക് മേടിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഇന്നെന്തായാലും പോകുമ്പോഴേക്കും അതും കൂടെ മേടിക്കണം. ഗ്രീൻ കിട്ടി ഗ്രീൻ തന്നെ മേടിക്കണം. അപ്പോൾ ബ്ലാക്കോ ഗ്രീനോ അത് മേടിക്കണം. പിന്നെ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മേടിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വൈകിപ്പോവും. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലത്തെ ട്രീയും എന്താ പറയുക സ്റ്റാറൊക്കെ തൂക്കാനായിട്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പറ്റിയ നാളെ ചെയ്യാം. അത് നാളെ ചെയ്യാം നമുക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ പോകട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഫോട്ടോഷൂട്ട് വീഡിയോസ് കാണുമ്പോൾ അറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഈ ഫോട്ടോഷൂട്ട് ഡേ. കാരണം പക്ഷെ കൂടെ പോണ ഭർത്താക്കന്മാർക്ക് അത്ര വലിയ സുഖമുള്ള പരിപാടി. അയ്യോ പറയട്ടത്തൊന്നും എല്ലാ ഫോട്ടോഷൂട്ടിനും കൂടെ വരാറുണ്ടെന്ന്. സത്യം പറയാം, എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടിനും ഈ ഫോട്ടോഷൂട്ടിനും ആട്ടെ കൂടെ വന്നിട്ടുള്ളത്. ബാക്കി മൂന്നാർ പോയപ്പോ അത് പിന്നെ ഒരു ട്രിപ്പ് പോലെ ആയിരുന്നു. വേറെ കാര്യമുണ്ട്, ഇന്ന് ചേട്ടനും നല്ല കമ്പനി ആയിരുന്നോണ്ട് എനിക്ക് അധികം ബോറടിച്ചില്ല. പിന്നെ അതുപോലെ എന്താണ് മൂന്നാർ പോയപ്പോ വിഷ്ണു ഉണ്ടായതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരെ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളത് ഫ്രെയിം ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. നല്ല ഫോട്ടോസ്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഓൾറെഡി
ചെറുതായിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. ഇത് സോൾ ബോട്ടിക്ക് എന്ന് പറഞ്ഞാൽ ബോട്ടിക്കിന്നാണ് എനിക്ക് ഈ ഡ്രസ്സ് തന്നത്. നല്ല ഡ്രസ്സാണ് കേട്ടോ, അതായത് വെൽവെറ്റാണ്. പിന്നെ ക്രിസ്മസിന് വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ആയിക്കോട്ടെ, ബ്ലാക്ക്, ഗ്രീൻ വെൽവെറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ക്രിസ്മസിന് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ റെഡ് അല്ല, ഒരു ബ്ലാക്കും മെറൂണും മിക്സ് ആയിട്ടുള്ളൊരു കളറിൽ ഈ ഒരു ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട്, ഒരു സിൽവർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഫോട്ടോസിൽ ഇങ്ങനെ എടുത്ത് നിൽക്കായിരുന്നു. പിന്നെ ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സോൾ ബോട്ടിക്കിൽ നിന്നാണ്. അതും ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടാണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറഞ്ഞാൽ അനുപ നിഖിൽ എന്നാണ്. അതിലായിരിക്കും ഞാൻ ഈ ഫോട്ടോസും റീൽസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം, നൈസായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.